ഹായ് മക്കളെ, ഇന്നലെ ഞാൻ തൃശ്ശൂർ ഒരു പരിപാടിക്ക് അപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, സാറേ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കോളേജിൽ BSc ഫിസിക്സിന് ചേരുന്നതാണോ? ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ക്വസ്റ്റ്യൻ കൊണ്ടല്ല കേട്ടോ, അതായത് ഇപ്പോഴും കേരളത്തിൽ +2 കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യണോ, നീറ്റിനോ ജയിക്കോ വേണ്ടി റിപ്പീറ്റ് ചെയ്യണോ, അല്ലേ വേറെ വല്ല കോഴ്സിനും പോകണോ എന്നുള്ള ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല, കൺഫ്യൂസ്ഡായി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അത് ആ ഡിസിഷൻ എടുക്കാനുള്ള സമയം എന്താണ് അതിക്രമിച്ചിട്ടുണ്ട് ശരിക്ക്. ഏത് കോഴ്സിന് പോകണം എന്നുള്ള ഡിസിഷൻ ഇനിയും നിങ്ങൾ ആലോചിച്ചോ. പക്ഷേ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇപ്പോഴോ കൺഫ്യൂഷനിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം പറയാൻ എളുപ്പമാണ് സാറേ, സമയം അതിക്രമം, പക്ഷേ ഡിസിഷൻ എടുക്കൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ. പ്രധാനമായിട്ടും 3 പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 1 വർഷം പോലെ സാർ കിട്ടിയാൽ 1 വർഷം പോലെ എന്നുള്ള പ്രശ്നം ഒരുപാട് കുട്ടിയേക്കുന്നു. പക്ഷേ അഥവാ കിട്ടിയിട്ടില്ലെങ്കിലോ 1 വർഷം പോലെ ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കേണ്ടി വരില്ല എന്നുള്ള പ്രശ്നം ഒരുപാട് ആൾക്കാർക്കുണ്ട്. രണ്ടാമത്തത്, ഇത് അത്യാവശ്യം നല്ല പൈസ ചിലവുള്ള പരിപാടിയാണ്. ആൻഡ് ഈ പൈസ പാരൻസിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പം മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ, അവരോട് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ചേർന്നോളാം വാപ്പ എന്നൊക്കെ പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ആൻഡ് മൂന്നാമത്തെ കേസ് എന്താ, ഇത്രയും 1 വർഷം സ്പെൻഡ് ചെയ്ത് ഇത്രയും പൈസയും സ്പെൻഡ് ചെയ്തിട്ട് കിട്ടാൻ മാത്രമുള്ള സ്കോപ്പ് ഈ ഡോക്ടറിനും എഞ്ചിനീയർമാർക്കൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഡൗട്ട് അല്ലേ. ശരിയല്ലേ? ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്ത് തരാം, അടുത്ത വീഡിയോയിൽ അതും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓരോന്നും നേരെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാം. റിവേഴ്സ് ഓർഡറിൽ, അതായത് ഫസ്റ്റ് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് സ്കോപ്പിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കേസ്, നിങ്ങളിത് ശ്രദ്ധിച്ച് കളിക്കണം. 3 കണ്ടീഷൻ ഞാൻ പറയാൻ പോവാണ്. അതായത് ഇന്ത്യയിൽ പഠിച്ചിറങ്ങിയ ഉടനെ മറ്റൊരു എൻട്രൻസ് എക്സാമിൽ, അതായത് ബാങ്ക് ടെസ്റ്റോ അല്ലെങ്കിൽ PSC എക്സാമോ ഒന്നും ഇല്ലാതെ, 3 കണ്ടീഷൻ. ഇന്ത്യയിൽ രണ്ടാമത്തെ പഠിച്ചിറങ്ങിയ ഉടനെ മറ്റൊരു എൻട്രൻസ് എക്സാം ഇല്ലാതെ മാസത്തിലൊരു 75K സാലറി കിട്ടുന്ന എത്ര ജോലികൾ നിങ്ങൾക്കറിയാം, അല്ലെ എത്ര കോഴ്സസ് നിങ്ങൾക്കറിയാം? കണ്ടീഷൻസ് ഒന്നും കൂടെ പറയുകയാണ്. ഇന്ത്യയിൽ, അതായത് വിദേശത്ത് എന്താണ് 75,000 രൂപ മാസം സാലറി ഇട്ടാണ്, ഗൾഫിലൊക്കെ ഏത് ജോലിക്ക് ഏകദേശം ആ പൈസ കിട്ടും കറൻസി കൺവേർട്ട് ചെയ്താൽ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, പഠിച്ചിറങ്ങിയ ഉടനെ എന്ന് പറയുമ്പോൾ 75,000 സാലറി കിട്ടുന്ന ഒരുപാട് ആൾക്കാർ, പക്ഷെ അവർ 10-15 വർഷം പണിയെടുത്തിട്ടേക്കും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് ആ സാലറി, അതല്ല നമ്മൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ. ഞാൻ മൂന്നാമത്തെ കേസ്, ഈ ബാങ്ക് ടെസ്റ്റും അതേപോലെ തന്നെ PSC ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാലറി കിട്ടുന്ന കുറേ ജോലികൾ ഉണ്ടാകും കേട്ടോ. പക്ഷേ ആ ജോലിക്കൊക്കെ ഈ നീറ്റിനേക്കാൾ ടഫായിട്ടുള്ള എക്സാം ഉണ്ടാവും. 4 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുക. 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ എക്സാം അല്ലാത്ത എത്ര കോഴ്സസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ വേണേൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്യുന്ന 2 കോഴ്സസ് ഉണ്ടാവും. ഒന്നത്, നിങ്ങളൊരു MBBS പാസ്സാക്കി MBBS കഴിഞ്ഞ ഡോക്ടറാണെങ്കിൽ, അല്ലെങ്കിൽ എൻജിനീയർ അല്ല ടോപ്പ് എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് നിങ്ങൾ എന്താണ് MBBS നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതും ഓക്കെയാണ് അല്ലേ. ശരിയല്ലേ? അപ്പോൾ ഇതാണ് സ്കോപ്പ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് അത് ഫിനാൻസിൻ്റെ കൂടെ പറയാം. ഇവിടുത്തെ എന്ത് കേസ് ഉണ്ടല്ലോ, ഫിനാൻസിൻ്റെ കേസിൽ രണ്ട് കേസസ് ഉണ്ടാവില്ലേ. ഒന്നാമത്തെ കേസ് ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണ് അതിൻ്റെ പ്രശ്നം. അതായത് തട്ടിമുട്ടിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ചിലവാകുന്ന 2 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ പാരൻസിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അന്നേരം വേറെ കുറേ കാര്യങ്ങൾ, വീട് പണി അവിടെ പെൻഡിങ് ഉണ്ടാവും, മറ്റേക്ക് മോളെ കെട്ടിക്കുക, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അവിടെ ഉണ്ടാവും. അങ്ങനെ പോവാത്ത ആൾക്കാരടാ അങ്ങനെ പ്രശ്നമുണ്ട് പറ്റൂല എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ശരിക്കും ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി അല്ലേ. അതേസമയം ഒരു റിച്ച് മെൻറ്റാലിറ്റി എങ്ങനെയായിരിക്കും? അതായത് ഈ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നു, മോൻ എന്ത് ചെയ്യാണ്, മോൻ JEE ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഇത് 2026 നിങ്ങൾ എക്സാം എഴുതും. 2030 4 വർഷത്തിന് ശേഷം, അല്ല 5 വർഷത്തിന് ശേഷം എന്താണ്, ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും സാലറി ഉള്ള ജോലി കിട്ടും. ഇപ്പോൾ 2 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നു, മാസത്തിൽ 2 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാം. അതാണെന്ത് ഒരു റിച്ച് മെൻറ്റാലിറ്റി എന്ന് പറയാം. ഞാനിത് പറയാൻ കാരണം മറ്റൊരു കേസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് വന്നു. അപ്പം ഒരു ഓൾ ഇന്ത്യ കോട്ടയുടെ കട്ട് ഓഫ്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് കഴിഞ്ഞു, ഗവൺമെൻറ് MBBS കഴിഞ്ഞു, പിന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ ഒരു കട്ട് ഓഫ് മേ ബി 550 ശേഷം 549 കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പം ഗവൺമെൻറ് ഫീസിൽ എവിടെയും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ KMCTയും നിർമ്മലയൊക്കെ പോലത്തെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് ഗവൺമെൻറ് മെറിറ്റിൽ പഠിക്കല. അതിൻ്റെ ഫീസ് എത്രയാണെന്നറിയോ? മാസത്തിൽ 8 ലക്ഷം രൂപയാണ്. മാസത്തിൽ കേട്ടോ, കൊല്ലത്തിൽ, വർഷത്തിൽ 8 ലക്ഷം രൂപയാണ്. 5 വർഷം എന്തുണ്ട് പണിയെടുക്കുക, 5 വർഷങ്ങൾ പഠിക്കണ്ടേ. അപ്പം 40 ലക്ഷം രൂപ എന്താണ് നിങ്ങൾക്ക് ചിലവാണ്. ഒരൊറ്റ മാർക്കിൻ്റെ വിലയും കൂടി കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ശരിക്ക് ഒരു ഗവൺമെൻറ്
MBBS വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ പാരൻസ് 40 ലക്ഷം രൂപ വേർത്തായിട്ടുള്ള ഒരു സാധനം നേടുന്നത്. നിങ്ങൾ നാളെ ഒരു വർഷങ്ങൾ പഠിക്ക്, നന്നായി പഠിക്ക്, നിനക്ക് എന്താണ് ഈ ഒരു ടെസ്റ്റ് ഞാൻ നടത്തും, കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 40 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കം വെച്ച് പഠിക്കില്ല. അപ്പോൾ അതാണ് എന്ത് ഫിനാൻസിൻ്റെ കേസ്. അതാണ് ഫസ്റ്റ് കേസ്, മിഡിൽ ക്ലാസ് മെൻ്റലി. രണ്ടാമത്തെ കേസ് സാറേ ഞാൻ ആ മിഡിൽ ക്ലാസ്സിലൊന്നല്ല എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഇതെങ്ങനെ നോക്കിയാലും പറ്റൂല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. ഓൺലൈൻ ചെറിയ പൈസയല്ലേ ആവുന്നുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ കുറേ കുട്ടികൾ സാറേ ഓൺലൈൻ പഠിച്ചാൽ എന്തായാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ ഡിസ്ട്രാക്ഷനിൽ നിന്നെ പ്രശ്നം, കുടുംബം രക്ഷപ്പെടണ്ടേ, അതെന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അതായത് ഈ നിങ്ങൾ നീറ്റിന് വിടാൻ നിങ്ങളെ പാരൻസിൻ്റെ പൈസ ഇല്ലെങ്കിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അപ്പം നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എന്ത്, ഈ പറയുന്ന കോഴ്സസിൽ കയറുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ഡിസ്ട്രാക്ഷനും താനെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ഇങ്ങനെ തന്നെ ജീവിക്കണോ, അല്ലെങ്കിൽ എന്താണ് ഒരു 25-26 വയസ്സാകുമ്പോൾ പൈസ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ജീവിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇനി ഇത് മാത്രമല്ല, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തോ, നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ഫിനാൻസാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അതായത് കേരളത്തിൽ മറ്റേത് സ്ഥാപനം നൽകുന്നതിനേക്കാളും നല്ല സ്കോളർഷിപ്പ് എന്തിന് എഡ്യൂപോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമ്മൾ തരാൻ തയ്യാറാണ്. കാരണം ഫിനാൻസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തോ, ഇതിൻ്റെ താഴെയുള്ളൊരു ഫോം ഫില്ല് ചെയ്തോ, ഞങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെസ്റ്റ് സ്കോളർഷിപ്പ് ഏതാ പറഞ്ഞുതരാം. ആൻഡ് ഒരു കാര്യം കൂടെ, ജൂൺ 23 എന്ത് നമ്മുടെ ലാസ്റ്റ് ബാച്ച്. അപ്പം 22 വരെ എന്തുണ്ടാവുള്ളൂ, ഈ സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതോടുകൂടി നമ്മൾ ഫില്ലാണ്, കാരണം നമ്മൾ കുറച്ച് സീറ്റേ ഉള്ളൂ. ആണ് ഫിനാൻസിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. അതായത് മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. തീരെ പൈസയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റിസ്ക് നിങ്ങൾ എടുത്തിട്ട് കുടുംബം രക്ഷപ്പെടണ രക്ഷകൻ വേണം. ആ രക്ഷകനാണ് എന്ത് നിങ്ങൾ. ആൻഡ് ഒരു വർഷം അപ്പം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു വർഷം സ്പെൻഡ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഡീലാണെന്നുള്ളതല്ലേ. അപ്പോൾ സാറേ വീണ്ടും കിട്ടിയില്ലെങ്കിലോ? കാരണം എന്താ, നീറ്റും ജെയും കൂടെ എന്താ ഒരു 2000 കുട്ടികൾക്കായിരിക്കും മാക്സിമം എന്ത് ചെയ്യുക MBBS കിട്ടുക. അതേപോലെ തന്നെ ഒരു 2000 കുട്ടികൾ NIT IIT കൂടെ ഒക്കെ പഠിക്കുക. ടോട്ടൽ 4000 കുട്ടികൾക്കാണ് സാർ എന്ത് വന്നാലും കിട്ടുള്ളൂ, എന്ത് മലമറിച്ചാലും. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വർഷം പോലെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ബിലാൽ സാർ എപ്പോഴും പറയുന്നൊരു കേസാണ്, എല്ലാ കുട്ടികളെയും +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വിടണമെന്ന് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹോസ്റ്റലിൻ്റെ കേസിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ്. നിങ്ങളെ പാരൻസിന് വിട്ട്, നിങ്ങളെ വീട്ടിൽ വിട്ട്, നിങ്ങളെ ഫ്രണ്ട്സിന് വിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനാണ് കല്യാണങ്ങൾ, ഫ്രണ്ട്സ്, അങ്ങനത്തെ എല്ലാ സാധനവും മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു വർഷം പഠിക്കുന്നത്. പിന്നെയോ എല്ലാ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് ഒരു വർഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അതെന്താ, പഠിക്കുക എന്നുള്ളത് അല്ലേ. പഠിക്കുന്ന എന്തായാലും ഇൻസ്റ്റാഗ്രാം റീല് കാണുന്ന അത്ര സുഖമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സത്യമല്ലേ. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച് ഇഷ്ടമില്ലാത്ത കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു വർഷം ചെയ്യുക. ആൻഡ് ഇത് നീറ്റും ജയിക്കും മാത്രമല്ല കേട്ടോ, ലൈഫിലെ എന്ത് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിലും ഇതാണ് തമ്പ് റൂൾ. അതായത് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറേ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കേണ്ടി വരും. ആൻഡ് ഇഷ്ടമില്ലാത്ത കാര്യം ഒരു വർഷങ്ങളോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് നിങ്ങളൊക്കെ എന്താണ്, ടീനേജേഴ്സ് അല്ലേ, നിങ്ങളെന്താണ് ഇതിനേക്കാൾ വലിയ ഗോളുകളൊക്കെ എങ്കിൽ ലൈഫിൽ എന്തായാലും ഒരു ചലഞ്ച് വരും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണമല്ല, അത് ചെയ്യണമെങ്കിൽ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്താൽ മതി. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ കൂടെ അന്ന് ഞാൻ +2ൻ്റെ കൂടെ JEE ക്ലിയർ ചെയ്താണ്. അപ്പം ഞങ്ങളൊരു 5-6 ആൾക്കാർ മാത്രമേ അതിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ കൂട്ടത്തിൽ കേട്ടോ. അതിൽ 2 ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ, രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കുറച്ച് ആൾക്കാർ വേറെ കോഴ്സിന് പോയി. ഒരു പയ്യൻ എന്താ റിപ്പീറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് അവൻ എന്തോ സുഖമില്ലാതെ റിപ്പീറ്റ് ചെയ്തും കിട്ടിയില്ല, നീറ്റ് കിട്ടിയില്ല. പക്ഷെ അവനെന്താണ് US ഏതോ വലിയ ഫുഡ് കമ്പനിയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അത് അവൻ ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ട്, അതായത് ഒരു ഗോൾ കൊടുത്താൽ, ഒരു ലക്ഷ്യം കൊടുത്താൽ എല്ലാം മറന്ന് പണിയെടുത്തോളും. ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കണം. അത് മക്കളെ, അതായത് ജനുവരിയിലെ അല്ലെങ്കിൽ ഏപ്രിലിലെ നിങ്ങളെ JEE മെയിൻസ് കഴിയുമ്പോഴും May 3-നാണ് നിങ്ങളെ മെയ്യിൽ ആദ്യത്തെ ഞായറാഴ്ച നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റണം, എന്ത്, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ നീറ്റ് JEE നിങ്ങൾക്ക് കിട്ടിയാലില്ലെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എന്തല്ല, ഈ ഒരു വർഷം പോവുക എന്നുള്ളത് നിങ്ങൾ അത്ര വലിയ പ്രശ്നമാക്കേണ്ട കേസല്ല. നിങ്ങളിപ്പോൾ ഒരു വർഷം പോകാതെ പേടിച്ചിട്ട് അവസാനം ഡിഗ്രിക്കൊക്കെ പോയിട്ട് 2-3 വർഷം എന്തായിരിക്കും എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരാണ് നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും. ക്യാരക്ടർ ബിൽഡിൻ്റെ സമയം കൂടിയാണ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ,
സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ജോയിൻ ചെയ്യണം. അൾട്ടിമേറ്റ്ലി ആ പറഞ്ഞ 4000 കുട്ടികൾക്കാണ് ഇത് രണ്ടും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ 4000 കുട്ടികൾ ഇതൊരു ഓട്ട മത്സരമായിട്ട് കരുതുകയാണെങ്കിൽ നീറ്റിലെ ടോപ്പ് 2000 നിങ്ങളെത്തണം, ജെയിലെ ടോപ്പ് 2000 നിങ്ങളെത്തണം. അപ്പോൾ ആദ്യം ഓടി തുടങ്ങിയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം അത് റിസ്ക് ആണ്. സോ ഓൾറെഡി കുറച്ച് ലേറ്റാണ്, പക്ഷേ ദ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താ, റൈറ്റ് നൗ ആണ്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുക. എജ്യൂപോർട്ടിൽ തന്നെ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ബാച്ച് ജൂൺ 23-നാണ്. പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കൺവിൻസിങ് ആണ്, പാരൻസിന് കേൾക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഈ ഒരു ഡിസിഷൻ എത്രയും പെട്ടെന്ന് എടുക്കാം. ബൈ.